നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും പുതുവത്സരാശംസകൾ. പോസിറ്റീവ് ന്യൂസ് ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. സുരക്ഷയ്ക്കായി കൈകോർത്ത ജനങ്ങളും പോലീസും ശുഭയാത്രാ പദ്ധതിയുമായി കേരള സർക്കാർ. വിദ്യാർത്ഥി കൂട്ടായ്മയിൽ സർക്കാർ ആശുപത്രിക്ക് പുനർജനി, അവധിക്കാല സേവനവുമായി ഗവൺമെന്റ് പോളി NSS. തെരുവ് കുട്ടികളുടെ ക്ഷേമത്തിനായി ചിത്രപ്രദർശനം, ഉള്ളുലയ്ക്കുന്ന ചിത്രങ്ങളുമായി വൈദികൻ. വാദ്യോപകരണ നിർമ്മാണം സംഗീത സബരിയാക്കി ശങ്കരനാരായണൻ. തുകൽ വാദ്യോപകരണങ്ങളിൽ അരനൂറ്റാണ്ടിന്റെ നിറവ്. മദ്ദള നിർമ്മാണത്തിൽ അരനൂറ്റാണ്ട് പിന്നിടുകയാണ് തൃശൂർ പേരാമംഗലം പാറപ്പുറത്ത് ശങ്കരനാരായണൻ. ചെണ്ട, തിമില, മൃദംഗം തുടങ്ങിയ തുകൽ വാദ്യോപകരണ നിർമ്മാണത്തിൽ ശ്രദ്ധേയനാണ് ഇദ്ദേഹത്തിന് ഇതൊരു സംഗീത സബര്യ തന്നെയാണ്. പ്ലാവിന്റെ കാതൽ രൂപത്തിലാക്കി ഉണക്കി തുകലിന്റെ കനമനുസരിച്ച് ചെണ്ടയ്ക്കും തിമിലയ്ക്കുമെല്ലാം ഉപയോഗിക്കുന്നു. നിർമ്മാണത്തിൽ ദുഷ്കരമായത് മദ്ദളമാണ്. പോത്തിൻതോലാണ് അതിനുപയോഗിക്കുക. ചെണ്ടയ്ക്കും മറ്റും പശുവിൻ തോലും മൂരിത്തോലും മതി. മദ്ദളത്തിന്റെ വാറുൾപ്പെടെ കനം വേണ്ടതിനാൽ നിർമ്മാണ രീതിയും കനപ്പെട്ടത് തന്നെ. 13-ാം വയസ്സിൽ അച്ഛനിൽ നിന്ന് സ്വായത്തമാക്കിയ പാരമ്പര്യ തൊഴിലാണിത്. 1-2 മാസമെടുത്താണ് മരമുണക്കി 15-20 ദിവസം കൊണ്ട് മദ്ദളം നിർമ്മിച്ചു നൽകുന്നു. കലാമണ്ഡലം നാരായണൻ നമ്പീശൻ, ചാലക്കുടി നമ്പീശൻ, അരവിന്ദാക്ഷൻ തുടങ്ങി നിരവധി വാദ്യ കലാകാരന്മാർ ശങ്കരനാരായണന്റെ വൈദഗ്ധ്യം അംഗീകരിച്ചവരാണ്. പഴയ രീതിയിൽ ഇപ്പോൾ നാടൻ ടൈപ്പൊന്നും അല്ല ഇപ്പോൾ കിട്ടുന്നത്. ഒക്കെ അന്യനാട്ടിൽ നിന്ന് വരുന്ന തോലുകളാണ് കിട്ടുന്നത്. അത്ര ക്ലിയറൊന്നും അല്ല. 10 മേടിക്കുമ്പോൾ 2 നല്ലതായിട്ട് ചെറുതായിട്ട് കിട്ടുള്ളൂ. ബുദ്ധിമുട്ടുകളുണ്ട് ഇതിന്. സാധനം പണിയെടുത്ത് കൊടുക്കാൻ കൂലിക്കാരെ വെച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ് മെയിൻ കേസ്. കോലിൻ്റെ വലിവുകൾ, അതിൻ്റെ നാദം ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്നത് കുറച്ച് പാരമ്പര്യമായിട്ടുള്ള ആൾക്കാർക്ക് പറ്റുള്ളത്. അല്ലാതെ ഇപ്പോൾ പെട്ടെന്ന് ഒരാൾക്ക് അത് പറ്റില്ല. 7ാം തലമുറയിൽ ശങ്കരനാരായണന്റെ ചേട്ടന്റെ മകനും ഈ വാദ്യോപകരണ നിർമ്മാണ രംഗത്തുണ്ട്. നാടൻ പ്ലാവും നല്ല പോത്തിൻതോലും ലഭിക്കാൻ ഇപ്പോൾ ബുദ്ധിമുട്ടാണ്. മദ്ദളത്തിന്റെ ഓരോ തലയ്ക്കുമുള്ള തുകൽ 7 ദിവസം ഉണക്കി പാകപ്പെടുത്തി വേണം നിർമ്മാണത്തിന്. മൃദംഗം, ഇടയ്ക്ക, ഉടുക്ക് എന്നിവയുടെ നിർമ്മാണം മദ്ദളത്തെ അപേക്ഷിച്ച് ലളിതമാണ്. കനം കുറഞ്ഞ തുകലും ചരടുകളും മാത്രം മതി ഇവയ്ക്ക്. ഉപജീവനമാർഗം എന്നതിലപ്പുറം ഒരു സംഗീത ഉപകരണത്തിന് ജീവൻ പകരുന്ന സൃഷ്ടികർമ്മം കൂടിയാണ് ശങ്കരനാരായണന് മദ്ദള നിർമ്മാണം. പല പുരസ്കാരങ്ങളും ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുമുണ്ട്. ജീവൻ ന്യൂസ്, തൃശൂർ. ലൈഫ് ഇൻഷുറൻസ് മേഖലയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന LIC ഏജന്റ് സമ്മിശ്ര കൃഷി രീതിയിലൂടെ കാർഷിക രംഗത്തും ശ്രദ്ധേയനാകുന്നു. കോതമംഗലം ചെറുവട്ടൂർ സ്വദേശി പടിഞ്ഞാറേക്കര PS ഗോപാലകൃഷ്ണനാണ് കാർഷിക രംഗത്ത് ശ്രദ്ധേയനാകുന്നത്. ലൈഫ് ഇൻഷുറൻസ് മേഖലയിൽ കഴിഞ്ഞ 22 തവണ കോടിപതിയായ PS ഗോപാലകൃഷ്ണൻ കാർഷിക രംഗത്തും ശ്രദ്ധേയനാവുകയാണ്. കോതമംഗലം ചെറുവട്ടൂരിലുള്ള 4 ഏക്കർ സ്ഥലം ഇന്ന് നാനാതരത്തിലുള്ള ഫലവൃക്ഷങ്ങളുടെ വിളനിലമാണ്. വീടിനു ചുറ്റും പൂച്ചെടികൾക്ക് പകരം പച്ചക്കറികളും സ്വദേശീയരും വിദേശീയരുമായ 50-ൽ പരം ഫലവൃക്ഷ തൈകളും ഇദ്ദേഹം നട്ടുപരിപാലിക്കുന്നുണ്ട്. പ്ലാവ് തന്നെയാണെങ്കിൽ 3-4 സൈസ് പ്ലാവുണ്ട്. 2-3 കാച്ചു. മാവാണെങ്കിൽ 6-7 സൈസ് ഉണ്ട്. പിന്നെ പീനട്ട് അത് കാച്ചു. ഇവിടെ കായ്ക്കാത്ത പല സാധനങ്ങളും നമുക്കിവിടെ ആരംഭമായിട്ട് കാച്ചു തുടങ്ങി. വിവിധ തരത്തിലുള്ള ഓറഞ്ച്, പേര, മംഗോസ്റ്റിൻ, ചാമ്പ, സ്റ്റാർ ഫ്രൂട്ട്, പീനട്ട് തുടങ്ങിയവ യഥേഷ്ടം ഇദ്ദേഹത്തിന്റെ പുരയിടത്തിൽ വളരുന്നുണ്ട്. ഇതിനു പുറമെ 1 ഏക്കർ സ്ഥലം റബ്ബർ, മരച്ചീനി, വാഴ എന്നിവയ്ക്കായും മാറ്റിവെച്ചിരിക്കുന്നു. ഇതിൻ്റെ ഇടയിലൊക്കെ പച്ചക്കറി കൃഷി ചെയ്യുക. വെണ്ടയായി, പയറായി, തക്കാളിയായി, മറ്റുള്ള ഐറ്റംസ്. അപ്പോൾ ഒരേ ഭൂമി തന്നെ പല കാര്യങ്ങൾ ചെയ്യും. നമുക്ക് തന്നെ കാണുമ്പോൾ തന്നെ സന്തോഷമാണ്. മികച്ച ക്ഷീരകർഷകൻ കൂടിയായ ഇദ്ദേഹം കഴിഞ്ഞ വർഷത്തെ പ്രോഗ്രസീവ് കർഷകനുള്ള അവാർഡും കരസ്ഥമാക്കിയിട്ടുണ്ട്. തീർത്തും ജൈവരീതിയിൽ കഴിഞ്ഞ 15 വർഷമായി കാർഷിക രംഗത്ത് സജീവമായ ഗോപാലകൃഷ്ണന് പിന്തുണയുമായി സഹധർമ്മിണി പത്മിനിയും ഒപ്പമുണ്ട്. ജീവിതം കെട്ടിപ്പടുത്താനുള്ള നെട്ടോട്ടത്തിനിടയിൽ ആർക്കും ഒന്നിനും സമയം കിട്ടാറില്ല. എന്നാൽ തങ്ങളുടെ തിരക്കിട്ട ജീവിതത്തിനിടയിലും കാർഷിക രംഗത്ത് ശ്രദ്ധേയരാവുകയാണ് ഈ കുടുംബം. ക്യാമറാമാൻ നിസാറിന്റെ ദൃശ്യങ്ങൾക്കൊപ്പം സിജോ വർഗീസ്,
ജീവൻ ന്യൂസ്. ജനസുരക്ഷയ്ക്കായി ജനങ്ങളും പോലീസും ഒരുമിക്കുകയെന്ന സന്ദേശമുയർത്തി ശുഭയാത്ര പദ്ധതിയുമായി കേരള സർക്കാർ. പദ്ധതിയുടെ ഭാഗമായി കോതമംഗലം പോലീസ് ട്രാഫിക് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പൊതുജന പങ്കാളിത്തത്തോടെ ശുഭയാത്ര സന്ദേശ റാലിയും ബോധവൽക്കരണ സെമിനാറും സംഘടിപ്പിച്ചു. റോഡ് അപകടങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന കേരളത്തിൽ അപകട നിരക്ക് കുറയ്ക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് സംസ്ഥാന സർക്കാർ ശുഭയാത്ര 2017 എന്ന പേരിൽ പദ്ധതിക്ക് തുടക്കമിട്ടിരിക്കുന്നത്. കേരളത്തിൽ പ്രതിവർഷം 4000-ഓളം പേർ വാഹനാപകടങ്ങളിൽ മരിക്കുകയും 12,000-ഓളം പേർക്ക് ഗുരുതര പരിക്കേൽക്കുകയും ചെയ്യുന്നതായാണ് കേരള പോലീസ് പുറത്തുവിടുന്ന കണക്ക്. കോതമംഗലം സ്റ്റേഷൻ പരിധിയിൽ മാത്രം കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ നടന്ന 178 വാഹനാപകടങ്ങളിൽ 7 പേർ മരിക്കുകയും 153 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഇതിന് ശാശ്വത പരിഹാരമെന്ന നിലയിലാണ് ജനസുരക്ഷ ഉറപ്പാക്കി പൊതുജന പങ്കാളിത്തത്തോടെ പദ്ധതി നടപ്പിലാക്കുന്നത്. ഈ വർഷം നല്ല രീതിയിൽ ഈ കോതമംഗലത്ത് ഇനിയൊരു അപകടം ഉണ്ടാകരുത് എന്നതിന് വേണ്ടിയാണ് ഈ റാലി സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതിനകത്ത് നാട്ടുകാരും ഓട്ടോറിക്ഷ തൊഴിലാളികളും ബസ് തൊഴിലാളികളും എല്ലാവരും നല്ല സഹകരണം ചെയ്തിട്ടുള്ളതാണ്. സർക്കാരിന്റെ ശുഭയാത്ര പദ്ധതിയുടെ ഭാഗമായി കോതമംഗലം ട്രാഫിക് യൂണിറ്റ് ശുഭയാത്ര സന്ദേശ റാലിയും ബോധവൽക്കരണ സെമിനാറും നടത്തി. സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകളുടെ നേതൃത്വത്തിൽ നഗരത്തിലെ ബസ് ജീവനക്കാരെയും ഓട്ടോ ഡ്രൈവർമാരെയും പങ്കെടുപ്പിച്ച് നടത്തിയ റാലി ആന്റണി ജോൺ MLA ഫ്ളാഗ് ഓഫ് ചെയ്തു. 2016 മാതൃകാ ഡ്രൈവർമാരായ അസീസ്, റെന്നി, സുരേഷ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ മഞ്ജു സിജു, നഗരസഭാ കൗൺസിലർമാരായ KV തോമസ്, ടീന മാത്യു തുടങ്ങിയവരും പോലീസ് സേനയിലെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു. ജീവൻ ന്യൂസ് കോതമംഗലം. തലമുറകളെ അന്നമൂട്ടിയ കൊല്ലം മലനട വെങ്കുളമേലായിൽ ജൈവ നെൽകൃഷി വിളവെടുപ്പുത്സവം നടന്നു. ഡെപ്യൂട്ടി സ്പീക്കർ V ശശി വിളവെടുപ്പുത്സവം ഉദ്ഘാടനം ചെയ്തു. തരിശിട്ട 4 ഹെക്ടർ പാടം വിലയ്ക്ക് വാങ്ങിയാണ് ജൈവ സ്വഭാവമുള്ള ആരാധനയിലൂടെ കീർത്തികേട്ട പോരുവഴി പെരുവിരുത്തി മലനട ക്ഷേത്രം കാർഷിക വിപ്ലവമൊരുക്കിയത്. പഞ്ചായത്തിൽ നെൽകൃഷി ഇല്ലാതായതോടെ വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം വെൺകുളത്താരംഭിച്ച നെൽകൃഷിക്കായി 110 ദിവസം കൊണ്ട് വളർച്ചയെത്തുന്ന കാഞ്ചന വിത്താണ് ഉപയോഗിച്ചത്. ക്ഷേത്ര ഭരണസമിതിയുടെ മേൽനോട്ടത്തിൽ കർഷകരെ കൂടി ഉൾക്കൊള്ളിച്ചാണ് ഓണത്തിന് മുന്നോടിയായി നിലമൊരുക്കിയത്. പോരുവഴിയുടെ അഭിമാനങ്ങളായ കൂറ്റൻ കരക്കെട്ടുകൾ 1000 തോടുകളിലേറി മലനട ഉത്സവത്തിനായി മുരവ് കണ്ടത്തിലെത്തുന്നത് വിശാലമായ പാടശേഖരങ്ങളും വലിയ തോടും കടന്നാണ്. നിലനികത്തൽ വ്യാപകമായതോടെയാണ് ഉത്സവത്തിൻ്റെ ജൈവ സ്വഭാവം നിലനിർത്തുന്നതിനായി വെൺകുളം ഏലായിലെ വിശാലമായ പാടശേഖരം വിശ്വാസികളുടെ സഹായത്തോടെ ദേവസ്വം വിലയ്ക്ക് വാങ്ങിയത്. നെൽകൃഷി ഇല്ലാതായ പാടങ്ങൾ ആദ്യം തരിച്ചിടുന്നതും പിന്നീട് നികത്തുന്നതും പതിവായതോടെയാണ് പ്രധാന ഏലകളുടെ സ്വാഭാവിക ഘടനയും ജൈവ ആവാസ വ്യവസ്ഥകളും ഇല്ലാതായത്. ഭൂഗർഭ വിധാനത്തിൻ്റെ അളവ് കുറഞ്ഞതിലൂടെ കൊടിയ വേനലിലും വറ്റാത്ത നീരുറവകൾ മീനച്ചൂടിനെ പോലും അതിജീവിക്കാൻ കഴിയാതെയായി. മുഖ്യധാര രാഷ്ട്രീയ കക്ഷികൾ കണ്ണടച്ച് പ്രോത്സാഹിപ്പിച്ച മണ്ണെടുപ്പും ചെളിയെടുപ്പും മൂലം ഒട്ടുമിക്ക തണ്ണീർത്തടങ്ങളും നീർച്ചാലുകളും അപ്രത്യക്ഷമായതോടെ തുടർച്ചയായി മഴ പെയ്താൽ വെള്ളപ്പൊക്കവും ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കലും സ്ഥിരമായിരുന്നു. വലിയൊരു വിഭാഗം ജനങ്ങളുടെ ഈശ്വരസ്ഥാനമായ മലനടയിൽ ആരംഭിച്ച നെൽകൃഷിയിലൂടെ നഷ്ടമാകുന്ന കാർഷിക വൃത്തി തിരികെ കൊണ്ടുവരാനാകുമെന്ന പ്രതീക്ഷയിലാണ് സംഘാടകർ. ഈ നെൽകൃഷിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നടത്തുന്ന ഈ സംരംഭത്തിന് തീർച്ചയായും ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് സഹായങ്ങൾ ലഭിക്കും. ഇവിടെ കൃഷി ഓഫീസർ വന്നിട്ടുണ്ട്. ആ വിഷയത്തെ സംബന്ധിച്ച് കൃഷി ഓഫീസർ നിങ്ങളോട് കാര്യങ്ങൾ സൂചിപ്പിക്കും. ഈ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള ധനസഹായവും തുടർന്നുള്ള നടപടിക്ക് ആവശ്യമായിട്ടുള്ള ധനസഹായമെല്ലാം കൃഷി ഓഫീസിൽ നിങ്ങൾക്ക് ലഭ്യമാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഈ കൃഷി ഉത്സവം ഇത് ഉത്സവമല്ല, ഒരു കാലഘട്ടത്തിൽ ഒരു സമൂഹത്തിൻ്റെ ജീവിതമാർഗമായി വളരെ നല്ല രീതിയിൽ നെൽകൃഷി വിളവെടുപ്പ് നടന്നിട്ടുണ്ടായിരുന്ന ഒരു പ്രാന്ത പ്രദേശമാണ് ഈ പോരുവഴി പെരുവിരുത്തി മലനടയും ക്ഷേത്രവുമനുബന്ധിച്ച ഉള്ള കൃഷിയുമൊക്കെ. ആ പഴയ കാലഘട്ടത്തെ ഓർമ്മിക്കുന്ന രീതിയിൽ സമഗ്രമായ ഒരു കൃഷി സമൂഹമായി പ്രദേശത്തെ നിലനിർത്തുവാൻ ഈ ക്ഷേത്രം തന്നെ മുൻകൈയെടുത്തത് വളരെ വലിയ കാര്യമായി ഞാൻ നോക്കിക്കാണുന്നു. ആർ ജയപ്രകാശ്, ജീവൻ ന്യൂസ്, കൊല്ലം. NSS വിദ്യാർത്ഥികളുടെ കൂട്ടായ്മ കോഴിക്കോടെ സർക്കാർ ആതുരാലയത്തിന് അറ്റകുറ്റപ്പണി നടത്തി അവധിക്കാലം സാമൂഹ്യ സേവനങ്ങൾക്കായി വിനിയോഗിച്ചു. കോഴിക്കോട് ഗവൺമെൻറ് പോളിടെക്നിക്കിലെ NSS വിദ്യാർത്ഥി കൂട്ടായ്മയാണ് ജനറൽ ആശുപത്രിയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ പുനർജനി പദ്ധതിയിലൂടെ സർക്കാരിന് നേട്ടമുണ്ടാക്കി മാതൃകയായത്.
സേവന പ്രവർത്തനങ്ങളിലൂടെ രാഷ്ട്രനിർമ്മാണ പ്രക്രിയയിൽ പങ്കാളിയാകുന്ന NSS വിദ്യാർത്ഥി കൂട്ടായ്മ മറ്റൊരു പൊൻതൂവൽ ചാർത്തിയാണ് ഇത്തവണത്തെ പുനർജനി പദ്ധതിയിലൂടെ സർക്കാരിന് സാമ്പത്തിക നേട്ടമുണ്ടാക്കി മാതൃകയായത്. സംസ്ഥാനത്തെ 34 സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ NSS വിദ്യാർത്ഥികൾ കേരളത്തിലെ 34 സർക്കാർ ആതുരാലയങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ പുനർക്രമീകരിക്കുന്നതിനായി അവധിക്കാലം ചെലവഴിക്കുകയായിരുന്നു. ഇതിൽ കോഴിക്കോട്ടെ ഗവൺമെന്റ് പോളിടെക്നിക്കിലെ NSS വിദ്യാർത്ഥികൾ ഇക്കഴിഞ്ഞ അവധിക്കാലം കർമ്മനിരതരായത് ജനറൽ ആശുപത്രിയിലായിരുന്നു. ഉപയോഗശൂന്യമായി കിടക്കുന്ന പല ഇൻസ്ട്രുമെൻറ്റ്സും അതേപോലെ തന്നെ കട്ടിൽ അങ്ങനത്തെ എല്ലാത്തിനും നമ്മളൊരു പുനർജീവൻ നൽകിയാണ് ഈ NSSൻ്റെ ഈ ക്യാമ്പുകൾ കൊണ്ട്. നമുക്കറിയാമല്ലോ, ഈ ഗവൺമെൻറ് ആശുപത്രിയിലെല്ലാം മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നൊരു കേസിൽ വന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിലെ വാർഡിലായാലും ശരി കട്ടിലൊന്നും ഉണ്ടാവില്ല, അപ്പോൾ നിലത്തൊക്കെ കിടക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ഈ കട്ടിലൊക്കെ നന്നായി കൊടുത്താൽ ഞങ്ങൾക്കൊരു ഒരു സന്തോഷമാണ്. കാരണം ഒരാളെങ്കിൽ ഒരാൾ അല്ലെങ്കിൽ എത്രയോ പേർക്ക് ഇതൊരു സഹായമായി മാറാണ്. യഥാസമയം അറ്റകുറ്റപ്പണി നടത്താതെ പാതി തുരുമ്പടിച്ച് ആതുരാലയത്തിലെ കട്ടിൽ, മേശ തുടങ്ങിയവ വെൽഡിംഗ് ചെയ്തും പെയിന്റ് അടിച്ചും വീണ്ടും ഉപയോഗപ്രദമാക്കിയതിലൂടെ 5 കോടിയോളം രൂപയാണ് കോഴിക്കോട്ടെ ജനറൽ ആശുപത്രിയിൽ നിന്ന് മാത്രം സർക്കാർ നേട്ടമുണ്ടാക്കിയത്. പുനർജനി എന്ന് പറയുന്നത് ഞങ്ങളുടെ NSS ടെക്നിക്കൽസ് കേരളയുടെ ഒരു സ്വപ്ന പദ്ധതിയാണ്. 2013 മുതൽ ഞങ്ങൾ ആരംഭിച്ച പദ്ധതിയാണ്. ഇതിൻ്റെ മുൻ എഡിഷനുകളിൽ ഈ പുനർജനി ചെയ്തിട്ട് ഞങ്ങൾക്ക് ഏകദേശം 12 കോടിയുടെ ആസ്തി സർക്കാരിന് ക്രിയേറ്റ് ചെയ്താൽ കൊടുക്കാൻ കഴിഞ്ഞു. ഇവിടെ വരുമ്പോൾ നമ്മുടെ കുട്ടികൾ അവർ പഠിച്ചത് പ്രാവർത്തികമാക്കുക. ഇവിടെ വന്ന് രോഗികളുടെ അവസ്ഥ കാണുന്നു, അപ്പോൾ അവർക്ക് വേണ്ട സംവിധാനങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത് തീരുമാനിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവർ ചെയ്യുകയാണ്. യുവത്വം ആസ്തികളുടെ പുനർനിർമ്മാണത്തിന് എന്ന ലക്ഷ്യവുമായി NSS ടെക്നിക്കൽ സെൽ കൂട്ടായ്മയിൽ രൂപം കൊണ്ട പുനർജനി അങ്ങനെ നമ്മുടെ നാടിന്റെ വികസനത്തിന് വഴികാട്ടിയാകുകയാണ്. ഒപ്പം രോഗികൾക്ക് ആശ്വാസവും. കോഴിക്കോട് നിന്നും ക്യാമറാമാൻ മുനീഫിനോടൊപ്പം അജീഷ തൊളി, ജീവൻ ന്യൂസ്. പോസിറ്റീവ് ന്യൂസിൽ ഒരിടവേള. ക്രിസ്തുമസിനോടനുബന്ധിച്ച് തൃശ്ശൂരിൽ ഒരുക്കിയ റോബോട്ടിക് എക്സിബിഷൻ ശ്രദ്ധേയമായി. കൗതുകമുണർത്തുന്ന നിരവധി കാഴ്ചകളാണ് ജുറാസിക് റോബോട്ടിക് എക്സിബിഷനിൽ ഒരുക്കിയിരുന്നത്. തൃശ്ശൂരിലെ റോബോട്ടിക്സ് എക്സിബിഷനിൽ വൈവിധ്യങ്ങൾ ഏറെയാണ്. ജുറാസിക് പാർക്കിലെ ഭീമാകാരമായ ജീവികൾ ശബ്ദത്തിന്റെയും വെളിച്ചത്തിന്റെയും അകമ്പടിയോടെ ചലിക്കുന്നതും ഗർജിക്കുന്ന ദിനോസറും ചുവടുവെക്കുന്ന ഗറിലയുമെല്ലാം കുട്ടികളിലും മുതിർന്നവരിലും കൗതുകമുണ്ടാക്കുന്നു. അനക്കോണ്ടയും കാട്ടുമൃഗങ്ങളുമെല്ലാം ഭയവും ആശ്ചര്യവും പടർത്തിയാണ് മുന്നേറുന്നത്. മഞ്ഞു വീഴുന്ന താഴ്വരകളെ അനുസ്മരിപ്പിക്കുന്ന സ്നോ വേൾഡും മ്യൂസിക് ഫൗണ്ടനുകളുമെല്ലാം ആകർഷകമായിട്ടുണ്ട്. ഉള്ളി കയറിയപ്പോൾ തന്നെ ഭയങ്കര കണ്ടു കഴിയുമ്പോൾ തന്നെ നമ്മൾ ഭയങ്കര ഇതാണ് ഫീൽ, വേറെ ഫീലിംഗ് ആണ്. 3D ലോകത്തേക്ക് തന്നെ നമ്മൾ കൊണ്ടുപോകും. മിക്കി മൗസ്, സ്പൈഡർമാൻ, ജംഗിൾ ബുക്ക് തുടങ്ങിയ കഥാപാത്രങ്ങളും പ്രദർശനത്തിലുണ്ട്. അലങ്കാര മത്സ്യശേഖരവും വിശാലമായ ഭക്ഷണ സ്റ്റാളുകളുമുള്ള മേളയിൽ യന്ത്രൂഞ്ഞാൽ, 3D ഷോ, ബോട്ടിംഗ്, ഹൊറർ ഷോ തുടങ്ങിയവയും ഒരുക്കിയിട്ടുണ്ട്. തൃശൂർ അതിരൂപതയും പൗരാവലിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ബോൺനത്താലെ ക്രിസ്മസ് ഫെസ്റ്റിന്റെ ഭാഗമായാണ് പ്രദർശനം ഒരുക്കിയിരിക്കുന്നത്. ജനുവരി 15 സമാപിക്കുന്ന പ്രദർശനം വൈകിട്ട് 3 മുതലാണ് ആരംഭിക്കുക. ജീവൻ ന്യൂസ്, തൃശൂർ. തീരദേശ ജനതയുടെ കാർഷിക വിളകളും കരകൗശല ഉൽപ്പന്നങ്ങളുമായി ഒരുക്കിയിരിക്കുന്ന ഹരിതതീരം പ്രദർശനം ശ്രദ്ധേയമാകുന്നു. തീരജീവിതത്തിന്റെ തിരിച്ചറിവുകളിലേക്ക് എന്ന സന്ദേശവുമായി ആലപ്പുഴ രൂപത സൊസൈറ്റിയും കടലോര ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനിയും ചേർന്നാണ് ഹരിതതീരം സംഘടിപ്പിച്ചിരിക്കുന്നത്. ആലപ്പുഴയിലെ മാരാരിക്കുളം സെന്റ് അഗസ്റ്റിൻസ് ഹൈസ്കൂൾ അങ്കണത്തിലാണ് കടലോര കാർഷിക കരകൗശലമേള അരങ്ങേറുന്നത്. മത്സ്യമേഖലകൾ തിരിച്ചടികൾക്ക് വിധേയമാകുന്ന സാഹചര്യത്തിൽ തീരത്ത് മറ്റൊരു തൊഴിൽ സാധ്യതയ്ക്ക് വഴിയൊരുക്കുക, രോഗവിമുക്തവും ആരോഗ്യദായകവുമായ ജീവിത സാഹചര്യം സൃഷ്ടിക്കുക തുടങ്ങിയവയാണ് ഈ കടലോര മേളയുടെ ലക്ഷ്യം. തോട്ടപ്പള്ളി മുതൽ ഫോർട്ട് കൊച്ചി വരെയുള്ള തീരദേശവാസികൾ കാർഷിക, കയർ, കരകൗശല, ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുമായി മേളയിൽ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. ചൊരിമണലിൽ വിളയിച്ച വിഷരഹിത പച്ചക്കറികളും ഉപയോഗശൂന്യമായ പേപ്പറുകളിൽ നിന്നുള്ള പൂക്കളും ചകിരിയിൽ നിന്നുള്ള വ്യത്യസ്തങ്ങളായ ഉൽപ്പന്നങ്ങളും തീരദേശത്തിന്റെ പാരമ്പര്യ കറുക്കൂട്ടുകളിൽ തയ്യാറാക്കുന്ന മത്സ്യവിഭവങ്ങളും വിത്തിനങ്ങളുമൊക്കെയാണ് മേളയുടെ മുഖ്യ ആകർഷണം. ഇവിടെ മനുഷ്യർ ഇന്ന് പൈസ കൊടുത്ത് വിഷം വാങ്ങി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ രാസവളങ്ങളൊക്കെ തളിച്ച് വിഷമയമാക്കിയ ഭക്ഷണമാണ് എല്ലാവർക്കും കിട്ടുന്നത്. അത് മാറ്റി ജൈവ പച്ചക്കറികൾ ഞങ്ങളുടെ വീട്ടുമുറ്റത്ത് തന്നെ വളർത്തിയെടുക്കാൻ തീരുമാനിക്കുന്നതിൻ്റെ ഒരു ഭാഗമാണിത്. ഇപ്പോൾ ഞങ്ങളുടെ ഈ പ്രദർശനത്തിലൂടെ വൈവിധ്യമാർന്ന കൃഷി സാധ്യതകൾ ഞങ്ങൾ പരിചയപ്പെടുത്തുകയാണ്. ഇവിടെ എല്ലാ വീട്ടുകാർക്കും 5 സെന്റ്, 2 സെന്റ്, 3 സെന്റ്, 4 സെന്റ് ഒക്കെ സ്ഥലമുള്ളവരാണ്. അവർക്ക് അത്യാവശ്യം വേണ്ട കാർഷിക വിളകൾ
അവരുടെ വീടിനോട് ചേർന്ന് തന്നെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. അതേക്കുറിച്ചൊക്കെ ഗൗരവമായി ഞങ്ങൾ ഇവിടെ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തീരദേശ വികസനത്തിന് ഉപകരിക്കുന്ന വ്യത്യസ്ത വിഷയങ്ങളിലുള്ള സെമിനാറുകൾ, കുട്ടികളുടെ ചിത്ര പ്രദർശനം, ആയുർവേദ ചികിത്സ, മത്സ്യങ്ങളിൽ നിന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന പരിശീലന ക്ലാസുകൾ തുടങ്ങിയവയും പ്രദർശനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട്. ആൻഡോ ചാലുത്ര, ജീവൻ ന്യൂസ്, ആലപ്പുഴ. ഗ്രാമീണ ജനതയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ അകറ്റുന്നതിനായി സൗജന്യ യോഗ പരിശീലനം സംഘടിപ്പിച്ചുകൊണ്ട് തദ്ദേശ സ്ഥാപനങ്ങൾക്കിടയിൽ വ്യത്യസ്തമാവുകയാണ് ആലപ്പുഴ ജില്ലയിലെ മുഹമ്മ ഗ്രാമപഞ്ചായത്ത്. 3 ആഴ്ച മുമ്പ് 12 അംഗങ്ങളുമായി ആരംഭിച്ച യോഗ ക്യാമ്പിൽ ഇപ്പോഴത്തെ അംഗസംഖ്യ 160-ന് മുകളിലാണ്. പഞ്ചായത്ത് തലത്തിൽ നടത്തിയ ആരോഗ്യ സർവേയിൽ ജീവിതശൈലി രോഗബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്നതായി കണ്ടതിന് പരിഹാരമായാണ് മുഹമ്മ ഗ്രാമപഞ്ചായത്ത് സാരഥികൾ യോഗ പരിശീലന പദ്ധതി ആവിഷ്കരിക്കുന്നത്. ഇന്ത്യൻ സിസ്റ്റംസ് ഓഫ് മെഡിസിൻസ്, നാഷണൽ ആയുഷ് മിഷൻ എന്നിവയുടെ സഹകരണത്തോടെ വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിലാണ് യോഗ ക്ലാസുകൾ. ദിവസവും രാവിലെ 7 മുതൽ 8 വരെ നടക്കുന്ന യോഗ ക്ലാസ്സിൽ 9 വയസ്സുകാരി മുതൽ 68 വയസ്സുകാരൻ വരെ പങ്കാളിയാകുന്നുണ്ട്. വീട്ടമ്മമാരാണ് ഭൂരിപക്ഷം എന്നതും ശ്രദ്ധേയമാണ്. പരിശീലനത്തിൽ പങ്കാളിയാകാനെത്തുന്നവരെ പ്രത്യേകമായി പരിശോധിച്ച അവരുടെ പ്രായസംബന്ധമായ അസുഖങ്ങൾ വിലയിരുത്തിയ ശേഷം പൊതുവായ ആരോഗ്യം കൂടി വർദ്ധിക്കാനുതകുന്ന യോഗാമുറകളാണ് പരിശീലിപ്പിക്കുന്നത്. ഇത്തരത്തിൽ മരുന്നിന്റെ അളവും അവ കഴിക്കുന്നതിന്റെ കാലാവധിയും കുറയ്ക്കുകയാണ് പഞ്ചായത്തിന്റെ ലക്ഷ്യം. പലപ്പോഴും ഇവരെല്ലാം തന്നെ ഈ ഒരു 35 വയസ്സോടുകൂടി ജീവിതശൈലി രോഗങ്ങൾ, അതല്ലെങ്കിൽ പല തരത്തിലുള്ള വാദവ്യാധികൾ ഇതൊക്കെ അനുഭവിക്കുന്ന അവർക്ക് തീർച്ചയായിട്ടും മരുന്ന് എന്നതിനൊപ്പം തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ മരുന്ന് കഴിക്കുന്നതിൻ്റെ ആ ഒരു ഡ്യൂറേഷൻ കുറയ്ക്കാൻ പറ്റും. അപ്പോൾ കുടുംബത്തിനെ സംബന്ധിച്ചിടത്തോളം ഫിനാൻഷ്യലി മാത്രമല്ല സാമൂഹികമായിട്ടും അവരുടെ ആരോഗ്യത്തെ സംബന്ധിച്ച് വളരെ നല്ലൊരു ബൂസ്റ്റിംഗ് ആയ കാര്യം. ഇനിയും ആളുകൾ വരാൻ തയ്യാറായി നിൽക്കുകയാണ്. ഇപ്പോഴുള്ളൊരു പ്രശ്നം രാവിലെ 7 മുതൽ 8 മണി വരെയാണ് നമ്മളിത് നടത്തുന്നത്. അപ്പോൾ ഈ സമയത്ത് വരാൻ കഴിയാത്ത ആളുകളുണ്ട്. അപ്പോൾ അവർ മറ്റൊരു സമയത്ത് അവർക്കിത് നടക്കുമെന്ന് നമ്മൾ ചോദിച്ചിട്ടുണ്ട്. അത്തരത്തിൽ അവർക്കും കൂടി സൗകര്യപ്രദമായ ഒരു സ്ഥലത്ത് അടുത്തൊരു ബാച്ച് ആരംഭിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കുന്നുണ്ട്. ആയുർവേദ ആശുപത്രിക്ക് പുറമെ 7-11 വാർഡുകളിലുമായാണ് ആദ്യഘട്ടത്തിൽ യോഗ പരിശീലന കേന്ദ്രങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ജനകീയ പങ്കാളിത്തം വർദ്ധിച്ചതോടെ പ്ലാൻ ഫണ്ടിൽ നിന്നും പ്രത്യേക തുക നീക്കിവെച്ചുകൊണ്ട് തന്നെ യോഗ പരിശീലന പരിപാടി കൂടുതൽ കാര്യക്ഷമവും വ്യാപകവുമാക്കുന്നതിനാണ് പഞ്ചായത്ത് ഭരണസമിതിയുടെ തീരുമാനം. ആൻഡോ ചാലുത്ര, ജീവൻ ന്യൂസ്, ആലപ്പുഴ. സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളും കറൻസി രഹിത ഇടപാടുകളിലേക്ക് മാറുന്നു. ആദ്യഘട്ടത്തിൽ മെഡിക്കൽ കോളേജുകളിൽ നടപ്പിലാക്കുന്ന പദ്ധതി താലൂക്ക് ആശുപത്രികളിലേക്ക് ഉൾപ്പെടെ വ്യാപിപ്പിക്കാനാണ് തീരുമാനം. SBTയുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്. സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളാണ് കറൻസി രഹിത പണമിടപാടുകളിലേക്ക് മാറുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് എല്ലാ പ്രധാന ആശുപത്രികളിലും സ്വൈപ്പിംഗ് മെഷീൻ സ്ഥാപിക്കാൻ ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി രാജീവ് സദാനന്ദൻ നിർദ്ദേശം നൽകി. ആദ്യഘട്ടമെന്ന നിലയിൽ മെഡിക്കൽ കോളേജുകളിലെ ഫാർമസികളിലും OP കൗണ്ടറുകളിലും ലാബുകളിലുമാണ് സ്വൈപ്പിംഗ് മെഷീൻ സ്ഥാപിക്കുക. മെഡിക്കൽ കോളേജുകളിൽ മാത്രമായി 100 മെഷീനുകളാണ് സ്ഥാപിക്കുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് ആവശ്യമായ മെഷീനുകൾ SBT സൗജന്യമായി നൽകി കഴിഞ്ഞു. മെഡിക്കൽ കോളേജ് ആശുപത്രികൾക്ക് പുറമെ ജില്ലാ, ജനറൽ, താലൂക്ക് ആശുപത്രികൾക്കും സ്വൈപ്പിംഗ് മെഷീൻ സൗജന്യമായി നൽകാൻ SBT സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. അടുത്ത വർഷം ജനുവരി അവസാനത്തോടെ സംസ്ഥാനത്തെ മുഴുവൻ സർക്കാർ ആശുപത്രികളിലും കറൻസി രഹിത പണമിടപാട് സംവിധാനം ഏർപ്പെടുത്താനാണ് തീരുമാനം. ജംഷീർ, ജീവൻ ന്യൂസ്, വയനാട്. തെരുവ് കുട്ടികളുടെ ഉന്നമനം ലക്ഷ്യമാക്കി എറണാകുളം പ്രസ് ക്ലബ്ബ് ഹാളിൽ നടക്കുന്ന ബിഹൈൻഡ് ദ പാഷൻ എന്ന ചിത്ര പ്രദർശനം വേറിട്ട അനുഭവമാകുന്നു. മേഴ്സി ദാരിയൻ സഭാംഗം ഫാദർ ജോയി മട്ടമ്മലിന്റെ പ്രദർശനത്തിൽ അനുഭവങ്ങളിലൂടെയുള്ള യാത്രകളെ കോർത്തിണക്കിയ 60 ചിത്രങ്ങളാണ് ഉള്ളത്. പാഷൻ ഒരു വികാരമാണ്. അതിൽ സന്തോഷത്തിന്റെയും വേദനയുടെയും സ്നേഹത്തിന്റെയും എന്നു വേണ്ട മനുഷ്യനും ലോകത്തിലെ സകല ചരാചരങ്ങളും ജീവിച്ചും അനുഭവിച്ചും തീർക്കേണ്ടതെല്ലാം അടങ്ങിയിരിക്കുന്നു. ആ വികാരത്തിന് പിന്നിൽ നിന്ന് മനുഷ്യനെയും പ്രകൃതിയെയും ജീവജാലങ്ങളെയുമെല്ലാം ഒരു ചിത്രകാരന്റെ കണ്ണിലൂടെ നോക്കിക്കാണുകയാണ് ഫാദർ ജോയി മട്ടമ്മൽ. ഈ ചിത്രങ്ങളിലെ ഓർമ്മകളും അനുഭവങ്ങളും ചിത്രകാരൻ്റേത് മാത്രമല്ല, ആസ്വാദകന്റേതു കൂടെയാകുന്നു. യേശുക്രിസ്തു കടന്നുപോയ മാനസിക ശാരീരിക വേദനകളുടെ ദുഃഖവെള്ളി അനുഭവവും മൃഗജന്മമായിട്ട് പോലും അമ്മ തൻ്റെ കുഞ്ഞുങ്ങളോട് കാണിക്കുന്ന അതിരറ്റ വാത്സല്യവും ശത്രുവിൻ്റെ മനസ്സിലെ വെറുപ്പുമെല്ലാം വരകളിലൂടെ നമുക്ക് അനുഭവവേദ്യമാക്കുന്നു. ഏതാണ്ട് 61 പെയിൻറ്റിങ്ങുകളുടെ അക്രലിക്കിലും അതുപോലെ തന്നെ ഓയിലും ചെയ്ത പെയിൻറ്റിങ്ങുകളുടെ പ്രദർശനമാണിത്. കടന്നുപോയ അനുഭവങ്ങൾ നമ്മുടെ മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്ന ചില പിക്ചേഴ്സ് ഉണ്ട്. അതിൻ്റെ ഒരു ചിത്രാവിഷ്കരണമാണ് ഇത്. പലപ്പോഴും നല്ലതും അതുപോലെ തന്നെ
ചീത്തമായിട്ടുള്ള അനുഭവങ്ങൾ നമുക്കുണ്ടാകാറുണ്ട്. നല്ല അനുഭവങ്ങൾ പലപ്പോഴും നമുക്ക് മറ്റുള്ളവരോട് ഷെയർ ചെയ്യാനായിട്ട് നമുക്ക് ഇഷ്ടമാണ്. ചീത്ത അനുഭവങ്ങൾ പലപ്പോഴും നമ്മുടെ മനസ്സിൻ്റെ അകത്തളത്തിൽ സത്യത്തിൽ ഒരു മുറിവേൽപ്പിച്ചിട്ട് പോകുമ്പോൾ നമ്മൾ അതവിടെ കിടക്കുന്നുണ്ടെന്നല്ല, നമ്മുടെ സബ് കോൺഷ്യസിൽ അത് കിടക്കുന്നുണ്ടെന്നുള്ളതാണ്. എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ ഇപ്പോൾ ഒരുപക്ഷെ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതമായിട്ട് അതിന് ബന്ധമുണ്ടാവണം നിർബന്ധമില്ല. യാദൃശ്ചികമായിട്ടുള്ള ചില അനുഭവങ്ങൾ കണ്ടുമുട്ടിക്കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ആ കടന്നുപോയ അനുഭവങ്ങൾ തെളിഞ്ഞു വരികയും അതിൻ്റെ ബലത്തിൽ അല്ലെങ്കിൽ ആ ഓർമ്മകളാണ് പലപ്പോഴും ഈ ചിത്രങ്ങളിലൂടെ ഞാൻ റീപ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ശ്രമിച്ചിരിക്കുന്നത്. ഇറ്റലിയിലെ നേമി എന്ന ചെറുപട്ടണത്തിലെ ദേവാലയത്തിൽ കൊച്ചച്ഛനാണ് കുമ്പളങ്ങി സ്വദേശിയായ ജോയി അച്ഛൻ. ജൂൺ 24-ന് ഇറ്റലിയിലെ തന്നെ സർദേനിയയിൽ നടക്കുന്ന ചിത്രപ്രദർശനത്തിൽ തന്റെ മുഴുവൻ ചിത്രങ്ങളും വയ്ക്കുകയും വിൽക്കുകയുമാണ് ഈ വൈദികന്റെ അടുത്ത ലക്ഷ്യം. വിറ്റുകിട്ടുന്ന തുക മുഴുവൻ ദാരിയൻ സഭ ആന്ധ്രയിലെ കടപ്പ എന്ന സ്ഥലത്ത് തെരുവുകുട്ടികളുടെ ഉന്നമനത്തിനായി നടത്തുന്ന ജീവധാര എന്ന സംഘടനയ്ക്ക് നൽകും. ജനുവരി 9, 10, 11 തീയതികളിൽ വല്ലാർപാടം ബസിലിക്ക പള്ളിയിലും പ്രദർശനമുണ്ടാകും. ജീവൻ ന്യൂസ്, കൊച്ചി. പോസിറ്റീവ് ന്യൂസിൽ ഒരിടവേള കൂടി. ജീവിത തിരക്കുകൾക്കിടയിൽ വീണ് കിട്ടുന്ന സമയം ചിത്രരചനയ്ക്കായി വിനിയോഗിച്ച് കരവിരുതിൻ്റെ കലാപ്രകടനത്തിലൂടെ ആത്മീയ ആനന്ദം കണ്ടെത്തുന്ന വനിതാ വെറ്റിനറി ഡോക്ടർമാർ കലാലോകത്ത് വ്യത്യസ്തരാകുന്നു. തങ്ങളുടെ കലാസൃഷ്ടികൾ ആദ്യം സഹപ്രവർത്തകർക്കും സമൂഹത്തിനു മുന്നിൽ സമർപ്പിക്കാൻ കഴിഞ്ഞതിൻ്റെ അഭിമാനത്തിലാണ് മിണ്ടാപ്രാണികൾക്ക് ചികിത്സാവിധി നിർണ്ണയിക്കുന്ന ഈ വനിതാ ഡോക്ടർമാർ. വെറ്റിനറി ഡോക്ടർമാരായ ലിറ്റി ചെറിയാൻ, ശോഭ, സുമി, ഈദൽദാസ് എന്നിവർക്ക് ഇന്ത്യൻ വെറ്റിനറി അസോസിയേഷൻ, കേരള വെറ്റിനറി ഡോക്ടേഴ്സ് അസോസിയേഷൻ എന്നിവയുടെ ജില്ലാ സമ്മേളന വേദിയിലാണ് തങ്ങളുടെ കരവിരുതൊരുക്കിയ കലാരൂപങ്ങൾ പ്രദർശിപ്പിക്കാൻ ആദ്യമായി അവസരം ലഭിച്ചത്. ഒഴിവു സമയങ്ങളിൽ നിറക്കൂട്ടൊരുക്കി സൃഷ്ടിച്ചെടുത്ത 60ഓളം ചിത്രങ്ങളാണ് ഇവർ തങ്ങളുടെ പ്രഥമ പ്രദർശനത്തിൽ ആസ്വാദകരുടെ വിലയിരുത്തലുകൾക്കായി സമർപ്പിച്ചത്. കോഫി പെയിന്റിംഗ്, മെറ്റാലിക് എംബാണിംഗ്, നിപ്പ് പെയിന്റിംഗ്, ഗ്ലാസ് പെയിന്റിംഗ്, ഓയിൽ പെയിന്റിംഗ് എന്നിങ്ങനെയുള്ള മാധ്യമങ്ങളിൽ ഒരുക്കിയിരിക്കുന്ന ചിത്രങ്ങൾ ആദ്യത്തെ നോട്ടത്തിൽ തന്നെ കാഴ്ചക്കാരായി എത്തിയവരെ ആകർഷിച്ചു. ചിത്രകലയിൽ പരിജ്ഞാനമോ പരിശീലനമോ ആധികാരികമായി നേടിയിട്ടില്ലാത്ത ഈ വനിതകൾ മനസ്സിലെ കാഴ്ചകൾക്ക് ആഗ്രഹത്തിന്റെയും താല്പര്യത്തിന്റെയും പിൻബലം നൽകിയാണ് യാഥാർത്ഥ്യത്തിന്റെ ദൃശ്യഭംഗി സമ്മാനിച്ചിരിക്കുന്നത്. ഒരുപാട് ടാലന്റ് ഉള്ളവരാണ് എല്ലാവരും. അവരാ വേണ്ട വിധം സമയം, കുറച്ച് സമയം അവനവന് ഇഷ്ടപ്പെട്ട ഹോബി, ചിലർക്കത് കുക്കിംഗ് ആയിരിക്കാം, ചിലർക്ക് ഡാൻസിങ് ആയിരിക്കാം, അല്ലെ പാട്ട് പഠിക്കുന്നതാവാം. ഇതൊക്കെ കഴിവുകൾ ഒരുപക്ഷെ ജോലിയിലേക്ക് കയറുന്നതോടുകൂടി, ഒരു കുടുംബജീവിതം ആരംഭിക്കുന്നതോടുകൂടി എല്ലാവരും ഇതിൽ നിന്ന് പിൻവാങ്ങുകയാണ് ചെയ്യുന്നത്. താല്പര്യമുണ്ടെങ്കിൽ, മനസ്സുണ്ടെങ്കിൽ ഇതിലേക്ക് നമുക്കൊരു കുറച്ച് സമയം നീക്കി വെക്കുകയാണെങ്കിൽ വളരെ ഒരു റിലാക്സ്ഡ്, നമുക്ക് ഈ സമയം പോസിറ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതെന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ്. ഔദ്യോഗിക ജീവിത തിരക്കുകൾക്കിടയിലും കലാഭിരുചികൾ സ്വയം പരിപോഷിപ്പിക്കുന്ന ഈ വനിതകളെ സമ്മേളന വേദിയിൽ ആദരിച്ചു. കൂടാതെ ഇത്തരത്തിലുള്ള കലാപ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സംസ്ഥാന തലത്തിൽ തന്നെ പ്രദർശനമൊരുക്കുന്നതിനും ഇന്ത്യൻ വെറ്റിനറി അസോസിയേഷൻ തീരുമാനിച്ചിട്ടുണ്ട്. സോഷ്യൽ മീഡിയകൾക്കായി പാഴാക്കുന്ന സമയം അഭിരുചികൾ പരിപോഷിപ്പിക്കുന്നതിനായി മാറ്റിവെച്ച് ആത്മീയാനന്ദത്തിന്റെ അഭിമാനകരമായ അനുഭൂതി സ്വയം ആസ്വദിക്കണമെന്നാണ് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ചിത്രകാരികളായ ഈ ഡോക്ടർമാർ സമൂഹത്തിന് സമ്മാനിക്കുന്ന സന്ദേശം. കുളവാഴിയുടെ നാരിൽ നിന്നും തഴയിൽ നിന്നും വിസ്മയകരമായ ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് ശ്രദ്ധേയരാവുകയാണ് കോട്ടപ്പുറത്തെ കിഡ്സ് എന്ന കോട്ടപ്പുറം ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് സൊസൈറ്റി. ലാഭേച്ഛ കൂടാതെയുള്ള സാമൂഹ്യ സേവനങ്ങളിലൂടെ ഒരു നാടിൻ്റെ തന്നെ ആശ്രയമായിരിക്കുകയാണ് ഈ പ്രസ്ഥാനം. കുട്ടനാടൻ പ്രദേശങ്ങളിൽ കുളവാഴ ശല്യക്കാരനായ കളയാണെങ്കിൽ ഇങ്ങ് കോട്ടപ്പുറം കിഡ്സിലെ ഫാദർ നിക്സൺ കാട്ടാശ്ശേരിക്കും സംഘത്തിനും ഇത് നിരവധി കുടുംബങ്ങളുടെ ജീവനോപാധിക്കുള്ള വരദാനമാണ്. മത്സ്യസമ്പത്തിനും ഉൾനാടൻ ജലഗതാഗതത്തിനും ഭീഷണിയായിട്ടുള്ള കുളവാഴയുടെ നാരുകളിൽ നിന്നും തഴയിൽ നിന്നും ജൂട്ടിൽ നിന്നുമായി ഇവിടെ 70ഓളം മനോഹരമായ വസ്തുക്കളാണ് പിറവിയെടുക്കുന്നത്. ഒരു കാലത്ത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ പായ മാർക്കറ്റായ കൊടുങ്ങല്ലൂരിൽ പായ നെയ്ത് കുടുംബം പുലർത്തിയിരുന്ന നിരവധി സ്ത്രീകളുണ്ടായിരുന്നു. പായയുടെ കാലം ഓർമ്മയായതോടെ ദുരിതക്കയത്തിലേക്ക് നീങ്ങിയ ഇവരെ നെയ്ത്തിന്റെ മറ്റൊരു ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുവരികയായിരുന്നു ഫാദർ നിക്സണും കിഡ്സും. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ പായ മാർക്കറ്റ് എന്ന് പറയുന്നത് കൊടുങ്ങല്ലൂരായിരുന്നു. അപ്പോൾ ഇവരെ പാരമ്പര്യമായിട്ട് ഇങ്ങനെ ഈ തൊഴിൽ ചെയ്ത് ജീവിക്കുന്നവരായിരുന്നു. അപ്പോൾ ഇവരെ ഈ സ്ത്രീകളെ സംഘടിപ്പിച്ചുകൊണ്ട് ഇവർക്ക് ഈ പായ മാത്രമല്ല മറ്റ് പ്രോഡക്ട്സ് ഈ തടവണുണ്ടാക്കാം എന്ന് നമ്മൾ കണ്ടെത്തുകയും അവർക്ക് അതിനുള്ള പരിശീലനം കൊടുക്കുകയും ചെയ്തു.
കുളവാഴ കൊണ്ട് നമ്മുടെ മത്സ്യസമ്പത്തിനും ഉൾനാടൻ ജലഗതാഗതത്തിനുമൊക്കെ ഒത്തിരി ഭീഷണിയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു നാച്ചുറൽ ഹസാർഡാണ്. ഇതിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് ഒരു വാല്യൂ ആഡഡ് പ്രോഡക്റ്റാക്കി മാറ്റുകയാണ്. അപ്പോൾ ഈ 2 ഫൈബേഴ്സും ഒപ്പം തന്നെ ജൂട്ടുമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നിരവധി പ്രോഡക്ട്സ്, ഏതാണ്ട് വീടുകൾക്കും ഓഫീസുകൾക്കും ആവശ്യമായ 70ഓളം പ്രോഡക്ട്സ് ഈ ഫൈബേഴ്സ് കൊണ്ട് നമ്മളുണ്ടാക്കി മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. വീടുകളിലേക്കും ഓഫീസുകളിലുമൊക്കെ ആവശ്യമുള്ള ഫയലുകൾ, മനോഹരമായ വേസ്റ്റ് ബിന്നുകൾ, ബാഗുകൾ ഒക്കെയാണ് ഇവിടുത്തെ മുഖ്യ ഉൽപ്പന്നങ്ങൾ. കിഡ്സിന്റെ സാമൂഹ്യ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായാണ് കേന്ദ്ര ടെക്സ്റ്റൈൽസ് മന്ത്രാലയം നാച്ചുറൽ ഫൈബർ റിസോഴ്സ് സെന്റർ ഇവിടെ അനുവദിച്ചത്. ഇതിനു പുറമെ മറ്റു ധാരാളം അംഗീകാരങ്ങളും ഈ നിസ്വാർത്ഥ സേവന കേന്ദ്രത്തെ തേടി എത്തിയിട്ടുണ്ട്. ജീവൻ ന്യൂസ്, കൊച്ചി. പ്രധാന വാർത്തകൾ. സുരക്ഷയ്ക്കായി കൈകോർത്ത ജനങ്ങളും പോലീസും ശുഭയാത്രാ പദ്ധതിയുമായി കേരള സർക്കാർ. വിദ്യാർത്ഥി കൂട്ടായ്മയിൽ സർക്കാർ ആശുപത്രിക്ക് പുനർജനി, അവധിക്കാല സേവനവുമായി ഗവൺമെന്റ് പോളി NSS. തെരുവ് കുട്ടികളുടെ ക്ഷേമത്തിനായി ചിത്രപ്രദർശനം, ഉള്ളുലയ്ക്കുന്ന ചിത്രങ്ങളുമായി വൈദികൻ. വാദ്യോപകരണ നിർമ്മാണം സംഗീത സബരിയാക്കി ശങ്കരനാരായണൻ. തുകൽ വാദ്യോപകരണങ്ങളിൽ അരനൂറ്റാണ്ടിന്റെ നിറവ്. പോസിറ്റീവ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.